വിജയരാഘവന്റെ പ്രസ്താവന വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ്. വർഗീയ രാഘവൻ എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. എന്താണ് ഇതിന് മറുപടി? വിജയരാഘവൻ ഇന്നലെ ഇവിടെ നടത്തിയ പ്രസംഗം പല പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുറത്ത് നടക്കുന്ന കോലാഹലവുമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് യാതൊരു ബന്ധവുമില്ല. ഇതാണ് വസ്തുത. വിജയരാഘവൻ പറഞ്ഞത് വർഗീയ ശക്തികളുമായി ചേർന്നുകൊണ്ടുള്ള കോൺഗ്രസിൻ്റെ നിലപാടിനെയാണ് വിമർശിച്ചത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിലപാടിനെയാണ് വിമർശിച്ചത്. RSS സംഘപരിവാർ ശക്തികൾ മതരാഷ്ട്രവാദം ഉയർത്തുകയാണ്. SDPI, ജമായത്ത് തുടങ്ങിയ സംഘടനകളും മതരാഷ്ട്രവാദം ഉയർത്തുകയാണ്. ഈ മതരാഷ്ട്രവാദം ഉയർത്തുന്ന SDPIയും ജമായത്തുമായി ലീഗിൻ്റെ നേതൃത്വത്തിൽ അവരെ UDF ക്യാമ്പിനകത്ത് ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അതിനെയാണ് വിജയരാഘവൻ വിമർശിച്ചത്. ലീഗാണ് ഈ വർഗീയ ശക്തികളുടെ സ്വാധീനം UDFനകത്ത് ഉറപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. ലീഗിൻ്റെ ആ നിലപാടിനെയാണ് വിജയരാഘവൻ ശ്രമിച്ചത്. അവരുടെ കൂടി വോട്ട് ചേർന്നുകൊണ്ടാണ് ഈ നേട്ടം തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഉദാഹരണത്തിന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് UDFൻ്റെ വിജയം ആഘോഷിക്കാൻ ആദ്യം രംഗത്ത് വന്നത് SDPI ആണ്. അവരാണ് ആ വിജയത്തിൽ ആഹ്ലാദ പ്രകടനം SDPI തനിച്ച് നടത്തി. എങ്ങനെ SDPIക്ക് ഈ ആഹ്ലാദ പ്രകടനം നടത്താൻ കഴിഞ്ഞു? അതാണ് ഇവർ തമ്മിലുള്ള ഐക്യത്തിൻ്റെ പ്രശ്നം. ഇതിനെയാണ്, ഈ രാഷ്ട്രീയ പ്രശ്നത്തെയാണ് വിജയരാഘവൻ വിമർശിച്ചിരിക്കുന്നത്. വിജയരാഘവന്റെ പരാമർശത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർഗീയ നിലപാടില്ല, വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടില്ല. വർഗീയ നിലപാടിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കുന്നതിന് സഹായകരമായ സമീപനമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ലീഗിൻ്റെ ചില നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും പുറത്ത് നടത്തിയ പ്രതികരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഉണ്ടല്ലോ, അതിലെന്താ സംശയം? നിങ്ങൾക്ക് സംശയമുണ്ടോ? വയനാട്ടുകാർക്ക് SDPI, ജമായത്ത്, ലീഗ് വർഗീയ സംഘടനയാണെന്ന് ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ലീഗ് ഒരു സാമുദായിക സംഘടനയാണ്. ലീഗ് വർഗീയ സംഘടനയാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ ഈ സ്വാധീനം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ വിജയത്തിനൊരു ഘടകമായിട്ട് നിന്നിട്ടുണ്ട്. അത് തന്നെയാണ് പറഞ്ഞത്. ഒരു അടിസ്ഥാനരഹിതമാണത്. അടിസ്ഥാനരഹിതമാണ്. CPMനെ കുറിച്ചുള്ള ഏത് വിമർശനവും ഞങ്ങൾ അംഗീകരിക്കും. ഞങ്ങൾക്കെതിരായ വിമർശനം വന്നു കഴിഞ്ഞാൽ ആ വിമർശനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലിന് വിധേയമാക്കേണ്ടുന്ന പ്രശ്നമുണ്ടോ ഞങ്ങൾ പരിശോധിക്കത്. അങ്ങനെയാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ വേറെ പ്രശ്നങ്ങളില്ല. ന്യൂനപക്ഷ പ്രീണനം എന്നുള്ളത് പാർട്ടിയുടെ അജണ്ടയല്ല. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇപ്പൊ പാലസ്തീൻ വിഷയം ഞങ്ങൾ കാണുന്നത് ഒരു ന്യൂനപക്ഷ പ്രശ്നമായിട്ടല്ല, അതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് കാണുന്നത്. സാമ്രാജ്യത്വം സ്വീകരിക്കുന്ന ഒരു നിലപാടിൻ്റെ ഭാഗമാണ് ഇത് വരുന്നത്. ആ നിലയിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഒരിക്കലും ന്യൂനപക്ഷ പ്രീണനം എന്നുള്ളത് അല്ലെങ്കിൽ ഭൂരിപക്ഷ പ്രീണനം എന്നുള്ളത് ഞങ്ങൾ അജണ്ടയിലുള്ള വിഷയമല്ല. ഞങ്ങൾ ഈ നിലപാടിനെ തുറന്ന് എതിർക്കുന്നുണ്ട്. മതി ഇനി അങ്ങോട്ട് പോകണം. അടിസ്ഥാനരഹിതമാണ്. ഞങ്ങളൊരു രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ സമീപിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള പരാമർശങ്ങളെ ഞങ്ങൾ നടത്തിയിട്ടുള്ളൂ. തുടർന്നും അത്തരം പരാമർശങ്ങളാണ് ഉണ്ടാവുക.